ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് വെച്ചിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു വലിയ ഉരുളങ്കിഴങ്ങ്, ഒരു തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം കൂടെ ചേർത്തിട്ട് 5 വിസിൽ വരുന്നവരെ കുക്കറിൽ കുക്കാക്കി എടുക്കാം. 250 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നാൽ ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയായിട്ട് ഓരോ ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്കാക്കി വെച്ച ഗ്രീൻ പീസ് ഉരുളങ്കിഴങ്ങും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് മൂടി തുറന്നിട്ട് നമ്മുടെ ഉരുളങ്കിഴങ്ങൊക്കെ ഒന്നും കൂടെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ആക്കി നോക്കാം. ബൈ ബൈ, താങ്ക് യു.